ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ 10ാം ക്ലാസ്സിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പ്രേമമൊക്കെ ഇങ്ങനെ ആളുകൾ കൊണ്ടു നടക്കുമോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജീവിതം അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് പ്രോസസ്സാണ്. അതൊരിക്കലും ഒരിടത്തു നിന്ന് ഉരുണ്ട് കളിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉരുണ്ട് കളിക്കാൻ മനുഷ്യനെ സമ്മതിക്കില്ല. പ്രായം കൂടുന്തോറും നമ്മുടെ മെന്റാലിറ്റിയിൽ ചേഞ്ച് വരും, നമ്മുടെ ചുറ്റിലുമുള്ള ജീവിത സാഹചര്യങ്ങൾ മാറും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവൃത്തികളിലും ആദർശങ്ങളിലും വ്യത്യാസം വരും. ഞാൻ ഈ പറഞ്ഞത് അത്രയും നാച്ചുറലായി ഒരാളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് ഇരിക്കെ പണ്ട് എപ്പോഴോ നടന്ന ആ ഒരു പോയിന്റിൽ സ്റ്റക്കായി നിൽക്കാൻ മനുഷ്യന് സാധിക്കുമോ? അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ മുൻപ് കണ്ട ഏതെങ്കിലും സിനിമയുടെയോ വായിച്ച നോവലിന്റെയോ എക്സ്പീരിയൻസിന്റെ ബലത്തിലൊന്നും പറയാൻ നിൽക്കരുത്. മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നെടുത്ത് സംസാരിക്കുക. അപ്പൊ ഇനി ചോദ്യം കുറച്ച് പ്രായം ചെന്നവരോടാണ്. അതായത് നിങ്ങളിൽ ആരെങ്കിലും ലൈഫിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടോ? കുറച്ചുകൂടി വ്യക്തമായി ചോദിച്ചാൽ നമ്മളൊക്കെ പണ്ട് പ്രേമിച്ചിട്ടുണ്ടാവും. 99% ആദ്യ പ്രണയം വർക്കായിട്ടും ഉണ്ടാവില്ല. എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും അതും ഓർത്തിരിക്കുകയാണോ? അതായത് പേഴ്സണൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കാതെ പണ്ട് എപ്പോഴോ ജീവിതം നിങ്ങളെ കൊണ്ടെത്തിച്ച ആ ഒരു പോയിന്റിൽ നിന്ന് ഇപ്പോഴും ഉരുണ്ട് കളിക്കാൻ ശ്രമിക്കുകയാണോ? ഞാൻ പ്രതീക്ഷിക്കുന്ന ഉത്തരം അല്ല എന്നാണ്. സിനിമാറ്റിക്കലി എന്തും കാണാൻ നല്ല ഭംഗിയാണ്. നന്നായി അഭിനയിക്കാൻ അറിയാവുന്ന ആക്ടേഴ്സും പിന്നണിയിൽ കിടിലൻ BGM-ഉം ആ പടത്തിന്റെ പേര് പറയുമ്പോഴേക്കും മനസ്സിലേക്ക് ഓടിയെത്തുന്ന രീതിയിൽ 2-3 പാട്ടുകളും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനേയും പ്രേക്ഷകന്റെ മനസ്സിൽ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ സാധിക്കും. ഐ നോ ഐ എം ബീങ് ഹാർഷ്, ബട്ട് നമ്മൾ അതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത, അറിയുക പോലും ഇല്ലാത്തൊരു വ്യക്തിയെ ഒരു പോയിന്റിൽ വെച്ച് കണ്ടുമുട്ടുകയും പരസ്പരം ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് കരുതി ഏതെങ്കിലും ഒരു സാഹചര്യവശാൽ അവർ നമ്മുടെ ലൈഫിൽ നിന്ന് വിട്ടു പോവുകയാണെങ്കിൽ ഓക്കെ, നമ്മുടെ ലൈഫിൽ നിന്ന് അവർക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തി. താങ്ക് യു ഫോർ ഓൾ ദോസ് ബ്യൂട്ടിഫുൾ മെമ്മറീസ് എന്നും പറഞ്ഞ് ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോകുന്നതിന് പകരം ഈ പേരും പറഞ്ഞ് സ്വയം നശിക്കാൻ ഇറങ്ങുന്നവരോട് പുച്ഛം മാത്രം. ബി പ്രാക്ടിക്കൽ. ലൈഫ് ഈസ് നോട്ട് എ 2.5 hour മൂവി. ഇറ്റ് ഹാസ് ടു ഗോ ഫോർവേഡ് ബൈ എനി മീൻസ്.